Hi children, welcome back to my channel LKLS Maths Class. ഇന്ന് +1 സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ കേട്ടോ. മാത്സ് ഫസ്റ്റ് ചാപ്റ്ററാണ് സെറ്റ്സ്. അതിനകത്ത് എക്സസൈസ് 1.1 ആണ്. അപ്പോൾ നമുക്ക് ഇതിന് മുന്നേ എന്താണ് നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്, പിന്നെ സെറ്റ്സ് എന്താണ്, അതിൻ്റെ എലിമെൻറ്റ്സ് എങ്ങനെയാണ് കണ്ടെത്തുക, അതിൻ്റെ സിമ്പിൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു. സോ ഇത് എക്സസൈസ് 1.1 ക്ലിയർ. സി വിച്ച് ഓഫ് ദ ഫോളോയിങ് അസെറ്റ്സ് ജസ്റ്റിഫൈ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്ത് താഴെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ അത് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതൊരു സെറ്റാണോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. സെറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സെറ്റ്സ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് വായിച്ച് നോക്കിയിട്ട് അതൊരു സെറ്റ്സ് ആണോ അല്ലെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. See the collection of ഇതാണ് കേട്ടോ, ഫസ്റ്റ് വൺ ആണ് ഇത്. ഇങ്ങനത്തെ റോമൻ ലെറ്റർ ഫസ്റ്റിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് അസെറ്റ്സ് ജസ്റ്റിഫൈ ദെൻ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് വൺ ആണ്. ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. ഒന്നുകൂടെ നോക്കിയേ, ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്, നമുക്ക് ഒരു മാസത്തിൽ ഒരു വർഷത്തിൽ ഒരുപാട് മന്ത്സ് ഉണ്ടല്ലേ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിൽ ജെയിൽ തുടങ്ങുന്ന മാസങ്ങൾ മാത്രം. അപ്പോൾ ജെയിൽ തുടങ്ങുന്ന മാസങ്ങളുണ്ടല്ലോ, ജാനുവരി, ജൂൺ ആൻഡ് ജൂലൈ. കണ്ടോ, സോ ഇത് സെറ്റിനകത്ത് ഇതുപോലെ എഴുതണത്. എന്താണിത്, കേളി ബ്രാക്കറ്റ്സ്. ഇതിനെ നമ്മൾ സെറ്റായിട്ട് കരുതപ്പെടുന്നത്. ക്ലിയർ. സോ അതിനകത്ത് ജാനുവരി, ജൂൺ, ജൂലൈ എന്നുള്ളത് ഇത് മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ മന്ത്സിൽ ഒരു എത്ര മാസങ്ങളുണ്ടോ ആ മാസത്തിൽ ജെയിൽ തുടങ്ങുന്ന മാസങ്ങളുടെ പേരാണ് ജാനുവരി, ജൂൺ, ജൂലൈ. ഇതിൽ ഒരു മാറ്റവും ഇല്ലല്ലോ. സോ ഇത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പം നമുക്കിത് പറയാം, ഇതെന്താണ്, കളക്ഷൻ ഈസ് വെൽ ഡിഫൈൻഡ്, സോ ഇറ്റ് ഈസ് എ സെറ്റ്. ക്ലിയർ ആയില്ലേ? അത് സെക്കൻഡ് വൺ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. സെക്കൻഡ് വൺ എന്താണ്, കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. കണ്ടോ, ഇന്ത്യയിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള എഴുത്തുകാരുടെ ഒരു കൂട്ടമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കളക്ഷൻ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഒരു സെറ്റ് ആണോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടോ, മോസ്റ്റ് ടാലൻ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കഴിവുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു 10 കുട്ടികളെ വിളിച്ചിട്ട് അവരോട് മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ പറയുമോ? ഇല്ല. പലരും അവർക്ക് ഇഷ്ടമുള്ള എഴുത്തുകാരെയായിരിക്കും പറയുക അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, കളക്ഷൻ ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. അതുകൊണ്ട് ഇത് എന്തല്ല, ഇത് ഒരു സെറ്റ് അല്ല. കണ്ടോ, ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതെങ്ങനെയാണ്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളതിന് മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, സെറ്റാന്ന് പറയുള്ളൂ. പക്ഷേ ഇതിപ്പോൾ എത്ര പേരെ വിളിച്ച് ചോദിച്ചാലും അവരെല്ലാവരും പല ആളുകളുടെ പല റൈറ്റേഴ്സിൻ്റെ പേരുകളായിരിക്കും പറയുന്നത്. സോ അത് വെൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് ഇതെന്തല്ല, സെറ്റല്ല. ഓക്കെ. ഇനി തേർഡ് വൺ കേട്ടോ. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. കണ്ടോ, ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ, ഒരു ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദി വേൾഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കിയേ, ദ കളക്ഷൻ ഇസ് നോട്ട് വെൽ ഡിഫൈൻഡ്. എന്തുകൊണ്ടാണ്, ഇത് സെറ്റ് അല്ല അല്ലേ. ഇതുപോലെ തന്നെ ഒരു 10 പേരെ വിളിച്ചിട്ട് ഇതുപോലെ ഒരു 11 ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ്റെ നല്ല ടീമിലുള്ള ഭയങ്കരമായിട്ട് നന്നായിട്ട് കളിക്കുന്നവരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഒരുപക്ഷെ പലർക്കും താല്പര്യം പല വ്യക്തികളോടായിരിക്കാം. അപ്പോൾ അത് ഒരിക്കലും ഒരുപോലത്തെ ഒരു പേരുകൾ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, ദ കളക്ഷൻ ഇസ് നോട്ട് വെൽ ഡിഫൈൻഡ്. നമ്മുടെ സെറ്റ്സിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് അറിയാലോ, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, വെൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് ഇതെന്തല്ല, സെറ്റും അല്ല. ക്ലിയർ ആയല്ലോ. ഇനി ഫോർത്ത് വൺ, കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. കണ്ടോ, ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ക്വസ്റ്റ്യൻ എന്താണ്, കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരുപാട് ആൺകുട്ടികളുണ്ട്. ആ കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്സിനെ മാത്രം ബിലോങ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ക്ലാസ് എയിലെ ആണെങ്കിൽ ആ ക്ലാസ്സിലെ ബോയ്സ് ആ ക്ലാസ്സിലെ മാത്രമാണ്. ബിയിലുള്ള കുട്ടികളായിട്ട് അവരെ താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിയിൽ ആൺകുട്ടികൾ വേറെതാണ്, എയിൽ ആൺകുട്ടികൾ വേറെതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ, ഇതിനെ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ, ഇറ്റ് ഈസ് എ സെറ്റ്. മനസ്സിലായല്ലേ. ഇനി അടുത്തത് ഫിഫ്ത്ത് വൺ ആണ് കേട്ടോ. ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ
100 താഴെ വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കൗണ്ടിങ് നമ്പേഴ്സ് ആണല്ലേ. 1 2 3 4 5 6 7 8 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എവിടെ വരെ എത്തും? 100 താഴെ വരെ. അപ്പോൾ ഇതെല്ലാം എന്ത് തന്നെയാണ്? വെൽ ഡിഫൈൻഡ്, അതിന് മാറ്റമൊന്നും വരില്ല നമ്പേഴ്സിന് അല്ലേ. 1 തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? 100 ചെന്നായിരിക്കും അവസാനിക്കുന്നത്. 100 കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? ലെസ് ദാൻ 100 ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു കളക്ഷന് അത് സെറ്റാണോ അല്ലയോ എന്നാണ് 5th ക്വസ്റ്റ്യൻ. സോ ദിസ് കളക്ഷൻ ഈസ് വെൽ ഡിഫൈൻഡ് ടു സെറ്റ്. ഇതൊരു സെറ്റാണ്. ക്ലിയർ ആയില്ലേ? ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടോ, 6th വൺ കേട്ടോ. എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. കണ്ടോ, കളക്ഷൻ ഓഫ് നോവൽസ്. ഇത് ഒരു മുൻഷി പ്രേംചന്ദ് എന്ന് പറയുന്ന ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള അനേകം ബുക്സ് ഉണ്ട്. അതിൻ്റെ കളക്ഷൻ സെറ്റിൻ്റെ കൂട്ടത്തിൽ വരുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും വരുമല്ലേ. ഇതെന്താണ്? കളക്ഷൻ ഈസ് വെൽ ഡിഫൈൻഡ് ബിക്കോസ് ഈ മുൻഷി പ്രേംചന്ദ് തന്നെ എഴുതിയ ഒരു കൂട്ടം ബുക്കുകളാണ്. സോ അതെന്താണ്? അത് വെൽ ഡിഫൈൻഡ് ആണ്. ഇതെന്തിൽ വരും? സെറ്റിൽ വരും. ക്ലിയർ ആയല്ലോ? ഇനി 7th വൺ, കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റിജേഴ്സ്. കണ്ടോ, കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റിജേഴ്സ്. സ്റ്റാർട്ടിങ് പറഞ്ഞല്ലേ, ഒരു മാത്സ് ടീച്ചർ ക്ലാസ്സിൽ കയറി വന്ന് ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികളും ഒരേ സ്വരത്തിൽ പറയും. 2 4 8 10 ലൈക്ക് ദാറ്റ് അങ്ങനെ പറയും അല്ലേ, ആൻഡ് സോ ഓൺ. അപ്പോൾ അതേപോലത്തെ അതേ സെയിം ക്വസ്റ്റ്യനിൽ ഇവിടെ വന്നിരിക്കുന്ന 7th വൺ കണ്ടോ, കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റിജേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണിത്? ഇത് വെൽ ഡിഫൈൻഡ് ആണ്, അതൊരു സെറ്റാണ്. ക്ലിയർ ആയില്ലേ? ഇനി 8th വൺ, കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദ ചാപ്റ്റർ. ഇനി ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ്, അതും എന്ത് തന്നെയാണ്? ഞാനിവിടെ ആൻസർ ഒന്നും എഴുതിയില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ടത് മനസ്സിലായിട്ടുണ്ട്. സോ ദ കളക്ഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ ഇൻ ദ ചാപ്റ്റർ. ഒരു ചാപ്റ്ററിലുള്ള ഒരു കൂട്ടം ക്വസ്റ്റ്യൻസ് അതും എന്താണ്? അതൊരു സെറ്റാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ വെൽ ഡിഫൈൻഡ്. ഇറ്റ്സ് എ സെറ്റ്. ക്ലിയർ ആയില്ലേ? 9th വൺ, കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ്. കണ്ടോ, മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ്. പലർക്കും ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചാൽ അവർ വേറെ വേറെ പേരുകളായിരിക്കാം പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതെന്തല്ല? നോട്ട് വെൽ ഡിഫൈൻഡ് ആണ്. ഇതെന്തല്ല? സെറ്റല്ല. അപ്പോൾ നമ്മൾ എക്സസൈസ് 1.1 ഒരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഇപ്പോൾ തീർത്തിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഇത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. താങ്ക് യു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് ഇതേ പാർട്ട് എക്സസൈസ് 1.1 സെക്കൻഡ് പാർട്ട് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച്.